രാജ്യസഭയിലേക്കുള്ള നോമിനേഷൻ തീർത്തും അപ്രതീക്ഷിതമായിരുന്നു. പലരും ഈ വാർത്ത പുറത്തു വന്ന അവസരത്തിൽ തന്നെ മാധ്യമ പ്രവർത്തകരായ സഹോദരങ്ങൾ ഒരുപാട് പേര് നേരിട്ട് വന്നു ഒക്കെ സംസാരിച്ചിട്ടുണ്ടായി. അന്ന് പലരും കബീർജി സൂചിപ്പിച്ചതുപോലെ, അല്ലെങ്കിൽ സുനിൽജി സൂചിപ്പിച്ചതുപോലെ, സദാനന്ദ മാഷ് എന്ന പേരിനൊപ്പം ചേർത്ത് പറയുക കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയം എന്നുള്ളതാണ്. പക്ഷെ ഞാൻ അവരോട് പ്രതികരിച്ചത്, നരേന്ദ്രമോദി എന്ന നമ്മുടെ പ്രധാനമന്ത്രി ഈ തരത്തിൽ ഒരു രാഷ്ട്രീയ അക്രമത്തിന് വിധേയനായ ഒരാളെ ഇന്ത്യൻ പാർലമെന്റിലേക്ക്, രാജ്യസഭയിലേക്ക് നിർദ്ദേശിക്കുകയും രാഷ്ട്രപതി അതൊരു വിജ്ഞാപനത്തിലൂടെ അംഗീകരിക്കുകയും ചെയ്യുന്നത് അക്രമ രാഷ്ട്രീയം ദേശീയ തലത്തിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടണം എന്നുള്ള നിലയ്ക്കല്ല. മറിച്ച് അദ്ദേഹം നേരത്തെ തന്നെ പ്രകടിപ്പിക്കാറുള്ള നമ്മുടെ കേരളത്തോട്, കേരളത്തിന്റെ വികസനത്തോട് അദ്ദേഹം കാണിക്കുന്ന കരുതലും ജാഗ്രതയും താല്പര്യവും, അതിൻ്റെ നിദാനം എന്ന നിലയ്ക്കാണ് എന്നെ നിർദ്ദേശിച്ചത് എന്നതാണ് ഞാൻ അവരോടൊക്കെ പറഞ്ഞത്, മാധ്യമ സഹോദരങ്ങളോട്. മാത്രവുമല്ല, നമ്മുടെ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പേരുടെ ത്യാഗത്തിന്റെ ഫലമായിട്ട് ഒരുപാട് പേര് ജീവൻ നൽകിയിട്ടുണ്ട്. ഒരുപാട് പേര് പരിക്ക് പറ്റിയവരായി കഴിയുന്നവരുണ്ട്. അത്തരത്തിൽപ്പെട്ട ആളുകളുടെ കുടുംബാംഗങ്ങളുണ്ട്. അവരുടെയൊക്കെ കണ്ണീര്, അവരുടെ വേദനകൾ, പ്രയാസങ്ങൾ, ഇതിൻ്റെയൊക്കെ പരിണിത ഫലം എന്ന നിലയ്ക്ക് തന്നെയാണ് ഇന്ന് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ കാണുന്ന, രാഷ്ട്രീയ രംഗത്ത് കാണുന്ന സമാധാനപൂർണമായ അന്തരീക്ഷം. ആ അന്തരീക്ഷം ശാശ്വതമായി നിലനിന്ന് കാണണം എന്നാണ് എൻ്റെ പ്രസ്ഥാനം ആഗ്രഹിക്കുന്നത്, പ്രസ്ഥാനത്തിന്റെ കാര്യകർത്താക്കൾ ആഗ്രഹിക്കുന്നത്. സ്വാഭാവികമായും ഞാനും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ കൂടുതൽ ചർച്ച ചെയ്ത് നമ്മുടെ പഴയ കാലത്തെ ആ അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെ നയിക്കരുത് എന്ന ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് മോദിജിയുടെ ഈ നിയോഗം, അദ്ദേഹത്താൽ എന്നിലേക്ക് വന്നുപെട്ട ഈ നിയോഗം, അദ്ദേഹം വിളിച്ച സമയത്ത് അത് തന്നെയാണ് പറഞ്ഞത്. ഒരു ചുമതല, ഒരു ദൗത്യം ഏൽപ്പിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ ദൗത്യം എന്താണെന്ന് തിരിച്ചറിയാൻ വലിയ പ്രയാസമില്ല. കാരണം നമ്മുടെ ഭാരതത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിനൊരു കാഴ്ചപ്പാടുണ്ട്. 2047 നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ ശതാബ്ദി ആഘോഷിക്കുന്ന വേള സമാഗതമാകുമ്പോഴേക്കും ഭാരതം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വികസന കാര്യത്തിൽ 1-ാം സ്ഥാനത്തേക്ക് വരണം. വികസിത ഭാരതം എന്ന 2 വാക്കുകളിലൂടെ അദ്ദേഹം അത് ജനസമക്ഷം, ലോകസമക്ഷം അവതരിപ്പിച്ചിട്ടുണ്ട്. വികസിത ഭാരതം എന്നുള്ളത് കേവലം ഒരു മുദ്രാവാക്യം എന്ന തരത്തിലല്ല, അതൊരു ജീവിത വ്രതമായി സ്വീകരിക്കാൻ ഞങ്ങളുടെ പാർട്ടിയുടെ കാര്യകർത്താക്കളെ, പ്രവർത്തകരെ അദ്ദേഹം ആ നിലയ്ക്ക് ഉപദേശിക്കാറുമുണ്ട്. വികസിത ഭാരതം സാധ്യമാകണമെങ്കിൽ ഭാരതത്തിലെ സംസ്ഥാനങ്ങൾ വികസിതമാകണം. അതുകൊണ്ട് തന്നെയാണ് പാർട്ടിയുടെ സംസ്ഥാന ഘടകം വികസിത കേരളം എന്ന ഒരു മുദ്രാവാക്യം ജനസമക്ഷം വെച്ചത്. ഒന്നുകൂടി നമ്മൾ അതിനെ ഇഴകേറി പരിശോധിക്കുമ്പോൾ, വികസിത കേരളം സാധ്യമാകണമെങ്കിൽ വികസിത ജില്ലകൾ, വികസിത കണ്ണൂരുണ്ടാകണം. വികസിത കണ്ണൂര് സാക്ഷാത്കൃതമാകണമെങ്കിൽ വികസിത ഗ്രാമങ്ങൾ ഉണ്ടാകണം, വികസിത നഗരങ്ങൾ ഉണ്ടാകണം. അപ്പൊ അതൊരു വലിയ ദീർഘകാലീനമായ നമ്മുടെ ഒരു സ്വപ്നമാണ്. ആ സ്വപ്ന സാക്ഷാത്കാരത്തിന് ഉതകുന്ന ഒരു നടപടി എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് നമ്രശിരസ്കനായി അദ്ദേഹം ഏൽപ്പിച്ച ചുമതല, ദൗത്യം ഏറ്റെടുത്തത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ നാടിന്റെ വികസനത്തെക്കുറിച്ച് നാം ആലോചിക്കേണ്ടി വരും. കേരളപ്പിറവിക്ക് ശേഷം ദശാബ്ദങ്ങൾ നമ്മൾ പിന്നിട്ടു.
പക്ഷെ ഇപ്പോഴും നമ്മൾ കൂത്തുപറമ്പിൽ നിന്ന് കണ്ണൂർ നഗരത്തിലേക്ക് വരുമ്പോഴായാലും, മട്ടന്നൂരിൽ നിന്ന് നമ്മുടെ നഗരത്തിലേക്ക്, പയ്യന്നൂർ ഭാഗത്തു നിന്ന് വരുമ്പോഴൊക്കെ ആയാലും വലിയ തോതിലുള്ള പ്രയാസം നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അത് ഇന്ന പ്രയാസങ്ങളെന്ന് ഞാൻ പറയാതെ നിങ്ങളൊക്കെ അത് മനസ്സിലാക്കിയവരും അത് ഒപ്പിയെടുത്ത് ജനസമക്ഷം അവതരിപ്പിക്കുന്നവരും അതിൽ അങ്ങേയറ്റം താല്പര്യം പ്രകടിപ്പിക്കുന്നവരുമാണ്. കണക്ടിവിറ്റി എന്നൊരു പ്രശ്നം നമ്മുടെ മുമ്പിലുണ്ട്. പ്രദേശങ്ങളെ പരസ്പരം ബന്ധപ്പെടുത്തുന്ന സംവിധാനങ്ങളുടെ അപര്യാപ്തത നാം നേരിടുന്നുണ്ട്. പ്രധാനമായും ഒരു രാജ്യസഭാ അംഗം എന്ന നിലയിൽ എന്നിൽ അർപ്പിതമായ ചുമതല നിർവഹിക്കുന്ന വേളയിൽ ഇതൊക്കെയാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങൾ. അതിൽ തന്നെയും ചില കാര്യങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നൊരു താല്പര്യമുണ്ട്. അത് ഈ പറയുന്ന റോഡ് ഗതാഗതം പോലെ തന്നെ പ്രധാനമാണ് റെയിൽ ഗതാഗതം. പൊതുവെ മലബാർ മേഖലയിലേക്ക് ഒരുപക്ഷെ ഷൊർണൂരിൽ കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് നമുക്ക് റെയിൽ ഗതാഗതം വേണ്ടത്ര പര്യാപ്തമാണെന്ന് പറയാൻ കഴിയില്ല. അത് നമ്മളെ സംബന്ധിച്ചൊരു വിഷയമാണ്. നമുക്കൊരു എയർപോർട്ടുണ്ട്, അനേകം വികസന സാധ്യതകളുള്ള, കണ്ണൂരിന്റെ മുഖച്ഛായ തന്നെ മാറ്റാൻ കഴിയുന്ന, കാർഷിക വൃത്തിയെ ആശ്രയിച്ച് കഴിയുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ, കൈത്തറി വ്യവസായവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ, അങ്ങനെ അനേകം നമ്മൾ പരിശോധിച്ചാൽ അനേകം മേഖലകളുണ്ട്. ഒരു സമൂഹത്തിന്റെ വികാസത്തിന് ഉതകുന്ന, നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ, വികസനത്തിന് 3 തലങ്ങളുണ്ട്, അല്ലെങ്കിൽ 3 മേഖലകളെ നമ്മൾ ആശ്രയിക്കാറുണ്ട്. വ്യവസായം, കൃഷി, സേവനം, 3 മേഖലകൾ. അതിൽ സേവന മേഖലയാണെന്ന് വളർന്ന് വികസിച്ചു വരുന്നത്. അപ്പൊ ആ സേവന മേഖല വളർന്ന് വികസിച്ചു വരുന്ന സേവന മേഖല കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ട് സേവന മേഖലയുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസം, ആതുര ശുശ്രൂഷ, ആരോഗ്യം, ഇതൊക്കെ കൂടുതൽ ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ട്, അല്ലെങ്കിൽ പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. നല്ല വിദ്യാഭ്യാസം ലഭ്യമാകുന്ന സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിൽ വേണം. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാലോ, കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ ദശാബ്ദങ്ങളായി ഈ കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ സമീപിക്കുകയും വോട്ട് വാങ്ങി അധികാരത്തിൽ വരികയും ചെയ്യുന്ന സർക്കാരുകൾ ശ്രദ്ധിക്കാതെ പോയ കാര്യമായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഏതാണ്ട് 1,45,000-ഓളം വരുന്ന വിദ്യാർത്ഥികൾ ഇന്ന് വിദേശങ്ങളിൽ പഠിക്കാനായും പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അവിടെ ജോലി നേടി ജീവിതം കെട്ടിപ്പടുക്കാനുമുള്ള പരിശ്രമത്തിലാണ്. നമുക്കെല്ലാവർക്കും ആ കണക്കുകൾ അറിയാം. ഏതാണ്ട് പ്രതിവർഷം 4,000 കോടി രൂപ വിദേശത്തേക്ക് ഈ ഇനത്തിൽ ഒഴുകി പോവുകയാണ്. കേരളത്തിൽ നിന്ന് 4,000 ആണെങ്കിൽ അതിനെ 14 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എത്ര വരും? നമ്മുടെ ജില്ലയിൽ നിന്ന് എത്ര പോയിട്ടുണ്ടാവും? നമുക്ക് കണക്കാക്കി നോക്കാം. അതൊരു പരിമിതിയാണ്, അല്ലെങ്കിൽ പ്രയാസമാണ്. ആ പ്രയാസം പരിഹരിക്കാൻ നമുക്ക് എന്ത് വേണം? ഈ കുട്ടികൾക്ക് ആത്മവിശ്വാസം കൊടുക്കാൻ കഴിയുന്ന, അവർക്ക് നന്നായി പഠിക്കാനും പഠിച്ചതിന് ശേഷം ജീവിതവൃത്തി അന്തസ്സായി ജീവിക്കാനും കഴിയുന്ന ജോലി സാഹചര്യം നമ്മുടെ നാട്ടിൽ തന്നെ വേണം. അതിനെന്ത് ചെയ്യാൻ സാധിക്കും എന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞ തരത്തിൽ കാർഷിക മേഖലയിൽ നാളികേര കൃഷി ആശ്രയിച്ച് കഴിയുന്ന ആളുകൾ ധാരാളം നമ്മുടെ നാട്ടിലുണ്ട്. നെൽകൃഷി ആശ്രയിച്ച് കഴിയുന്നുണ്ട്, വാഴകൃഷി. നമ്മുടെ കണ്ണൂരിന്റെ സവിശേഷത അനുസരിച്ച് അനേകം കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്നവരുണ്ട്. പൊതുവെ കൃഷിയെ സംബന്ധിച്ച് പറയുമ്പോൾ അവർക്ക് ലാഭകരമായ തോതിൽ കൃഷി നടത്തിക്കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അതിനെന്ത് ചെയ്യാൻ സാധിക്കും എന്ന പഠനം വേണം. ഈ മേഖലയ്ക്കൊക്കെ ഏറെ പ്രാധാന്യം നൽകുന്ന സമീപനമാണ് മോദി സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. നിങ്ങളൊക്കെ അറിഞ്ഞു കാണും, 800 ചരക്ക് തീവണ്ടി സർവീസുകൾ ഇന്ന് ഭാരതത്തിൽ കാർഷികോൽപ്പന്നങ്ങൾ കൃഷിയിടങ്ങളിൽ നിന്ന് വെയർഹൗസുകളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി മാത്രമായിട്ട് അങ്ങനെ ഒരു സർവീസ് നടക്കുന്നുണ്ട്. കാർഷിക മേഖലയിലേക്ക് ആളുകൾ വരാനും ലാഭകരമായി കൃഷി നടത്താനും അന്തസ്സോടെ ജീവിക്കാനും പറ്റുന്ന സാഹചര്യം ഉണ്ടാവാത്തത് കൊണ്ടാണ് അഭ്യസ്തവിദ്യരായ പലരും കൃഷിയെ ഉപേക്ഷിക്കുന്നത്. ആ അവസ്ഥയ്ക്ക് മാറ്റം വരാൻ, കൃഷിയിലേക്ക് അവരെ സ്വാധീനിക്കാൻ ആവശ്യമായ പദ്ധതികളുണ്ട് കേന്ദ്ര സർക്കാരിന്. സ്ത്രീ സുരക്ഷ നമ്മെ സംബന്ധിച്ച് പ്രധാനമാണ്. ആ നിലയ്ക്കുള്ള പദ്ധതികളുണ്ട്. അപ്പൊ ഈ പറയുന്ന പദ്ധതികളൊക്കെ വേണ്ടും വണ്ണം വിനിയോഗിക്കുമ്പോൾ നമ്മുടെ ജില്ലയുടെ മുഖച്ഛായ മാറ്റിയെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളിലേക്ക് പോകും. അപ്പൊ സ്വാഭാവികമാണ് കേരള സർക്കാരിന്റെ അക്കാര്യത്തിലുള്ള പങ്കാളിത്തം പലപ്പോഴും കേന്ദ്ര ഗവൺമെന്റ് അവഗണിക്കുന്നു എന്ന ഒരു ആരോപണം കേരളത്തിലെ രണ്ടു കൂട്ടരും നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. കേരളം കഴിഞ്ഞാൽ പിന്നെ ഇവരൊക്കെ സുഹൃത്തുക്കളാണ്. ആ സൗഹൃദം ഉപയോഗിച്ച് രണ്ടു കൂട്ടരും ഒരേ ശബ്ദത്തിൽ അത് പറയാറുമുണ്ട്.
കേരളത്തോട് അവഗണനയില്ല എന്ന് മാത്രമല്ല, നിത്യനിദാന ചെലവുകൾ നടത്താൻ കഴിയാത്ത അവസ്ഥയിൽ പോലും കേരളത്തെ സഹായിക്കാൻ സന്നദ്ധമായിട്ടുള്ള സംവിധാനമാണ് കേന്ദ്രത്തിലേത്. ഈ അടുത്ത ദിവസങ്ങളിൽ ഈ ഒരു പ്രചാരണം വളരെ കൂടി വന്നതിന്റെ പശ്ചാത്തലത്തിൽ പാർട്ടി അത് ഗൗരവത്തിൽ പരിഗണിച്ചു. ഇതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? ഫണ്ട് അനുവദിക്കുന്ന കാര്യത്തിൽ, അനുവദിച്ച ഫണ്ട് സമയത്ത് ലഭ്യമാകുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് എന്തെങ്കിലും കുറവുകളുണ്ടോ? ഇല്ലെന്നുള്ളതാണ് കേന്ദ്ര ധനകാര്യമന്ത്രി തന്നെ കേരളത്തിൽ വന്ന കാര്യം വെളിപ്പെടുത്തിയതാണ്. അതുകൊണ്ട് ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. കേന്ദ്രത്തിൽ നിന്ന് കാലാകാലങ്ങളിൽ അനുവദിക്കുന്ന ഫണ്ടിനെ സംബന്ധിച്ച് അത് വിവിധ പദ്ധതികളിലൂടെ ആവട്ടെ, ഗ്രാന്റുകളായിട്ടാവട്ടെ, മറ്റു രീതിയിലുള്ള സഹായങ്ങളായിട്ടാവട്ടെ, വായ്പ അനുവദിക്കുന്ന കാര്യത്തിലാവട്ടെ, ഏതൊക്കെ തരത്തിലാണ് കേരളത്തെ സഹായിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള ധവളപത്രം പാർട്ടി പുറത്തിറക്കാൻ ആലോചിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ് സത്യമെന്ന് ജനങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പൊ ഈ സത്യം ജനങ്ങളെ അറിയിക്കുന്നത് പാർട്ടിയുടെ ഒരു ചുമതലയായി പാർട്ടി സ്വീകരിക്കുകയാണ്. നമുക്കറിയാം, ഭാരതത്തിന്റെ പാർലമെന്റിൽ കഴിഞ്ഞ ഒരു മാസമായിട്ട് എന്റെ നേരിട്ടുള്ള അനുഭവത്തിലൂടെ കൂടി പറയാണ്, ഈ പറയുന്ന വികസന സംബന്ധമായ കാഴ്ചപ്പാടോടുകൂടി നാടിന്റെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ട വേദിയാണ് ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ എന്നൊക്കെ നമ്മൾ പറയുന്ന പാർലമെന്റ്. പക്ഷെ ഞാൻ ജൂലൈ 21 സത്യപ്രതിജ്ഞ ചെയ്ത് MP ആയി ആഗസ്റ്റ് 21 വരെ നീണ്ടു നിൽക്കുന്ന, ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിനെ സംബന്ധിച്ചുള്ള ഒരു ചർച്ചയ്ക്ക് വേണ്ടി 17 മണിക്കൂർ, രാജ്യസഭയിൽ 17.5 മണിക്കൂറും ലോക്സഭയിൽ 17 മണിക്കൂറും ചെലവഴിച്ചുള്ള ചർച്ച നടന്നു എന്നതൊഴിച്ചാൽ മറ്റൊരു കാര്യത്തെക്കുറിച്ചുമുള്ള ചർച്ച ഇരുസഭകളിലും നടന്നിട്ടില്ല. തികച്ചും നിഷേധാത്മകമായ സമീപനം സ്വീകരിച്ചുകൊണ്ട് ഭാരതത്തിലെ പ്രതിപക്ഷം പാർലമെന്റ് നടപടികൾ നിരന്തരമായി തടസ്സപ്പെടുത്തുന്നതാണ് കണ്ടത്. ഞാൻ ദൃക്സാക്ഷിയാണ്. ഈ ഓപ്പറേഷൻ സിന്ദൂർ പാർലമെന്റിന്റെ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി യോഗം ചേർന്നപ്പോൾ എത്ര സമയം ചർച്ച ചെയ്യണം എന്ന് പ്രതിപക്ഷത്തിന്റെ താല്പര്യം കണക്കിലെടുത്തുകൊണ്ട് സമയം നിശ്ചയിക്കുന്നു. ചർച്ചയ്ക്കൊടുവിൽ മറുപടി പറയാൻ ലോക്സഭയിൽ പ്രധാനമന്ത്രി, രാജ്യസഭയിൽ ആഭ്യന്തരമന്ത്രി എന്ന നിലയ്ക്ക് നിശ്ചയിക്കുന്നു. ലോക്സഭയിൽ പ്രധാനമന്ത്രി മറുപടി പറഞ്ഞു, രാജ്യസഭയിൽ ആഭ്യന്തരമന്ത്രി മറുപടി പറയാൻ സന്നദ്ധനായപ്പോഴേക്കും ബഹളം ആരംഭിക്കുകയാണ്. പിന്നെ ബഹളം വെച്ച് 5 മിനിറ്റ് കൊണ്ട് അവര് ബോയ്ക്കോട്ട് ചെയ്യുന്നു. എത്ര ഗൗരവമില്ലാത്ത, അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അക്ഷന്തവ്യമായ ഒരു സമീപനമാണ് പ്രതിപക്ഷം സ്വീകരിച്ചത്. അപ്പൊ ഞാനിപ്പോ ഈ നിങ്ങളുടെ മുമ്പിൽ ഇത് പറയാനുള്ള കാരണം, ഈ തരത്തിൽ അടിസ്ഥാനരഹിതമായ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് യഥാർത്ഥത്തിൽ നമ്മുടെ നാടിന്റെ ജനങ്ങളുടെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കുന്നതിന് പകരം മറ്റു ചില വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് സമയനഷ്ടമുണ്ടാക്കുകയാണ്, ധനനഷ്ടമുണ്ടാക്കുകയാണ്. അപ്പൊ അത്തരം നടപടികൾ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ കക്ഷികൾ അതിൽ നിന്ന് പിന്തിരിയണം എന്ന ഒരു അഭ്യർത്ഥന കണ്ണൂരിൽ നിന്ന് പോയ MP-മാരോടൊക്കെ അനൗപചാരികമായ സംഭാഷണത്തിൽ ഞങ്ങൾ ഈ കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. പക്ഷെ ആ ഒരു സമീപനത്തിൽ നിന്ന് മാറ്റം വരേണ്ടതുണ്ട്. ആ മാറ്റം പ്രാദേശിക തലത്തിൽ വരെ നമുക്ക് കാണാനും കഴിയണം. വികസനത്തിൽ രാഷ്ട്രീയം കലർത്തരുത് എന്നുള്ളതാണ്. അങ്ങനെ പറയുമ്പോൾ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോയാൽ വികസനം എന്നുള്ളത് രാഷ്ട്രീയം തന്നെയാണ്. രാഷ്ട്രീയത്തിൽ നിന്ന് വിഭിന്നമല്ല. പക്ഷേ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾ വികസന സങ്കല്പങ്ങൾക്ക് തടസ്സമുണ്ടാക്കരുത്, വിഘ്നമുണ്ടാക്കരുത് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരു പാലം പണിയണമെങ്കിൽ അത് CPM കാരനായാലും കോൺഗ്രസ്സുകാരനായാലും ലീഗുകാരനായാലും BJP-കാരനായാലും RSS-കാരനായാലും എല്ലാവർക്കും ആ പാലം വേണം. അപ്പൊ അങ്ങനെയുള്ള വിഷയങ്ങൾ ഏത് തലങ്ങളിൽ എപ്പോഴൊക്കെ എവിടെയൊക്കെ ചർച്ച ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായൊരു ധാരണ വേണം. ആ ധാരണ ഇല്ലാതിരിക്കുമ്പോഴാണ് അപ്രസക്തമായ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന് ക്ഷതം ഏൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അതിന് ഒരു പ്രാദേശിക സമ്മർദ്ദം രൂപപ്പെടണം. അതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്ന ഒരു ആശയം. പ്രാദേശിക സമ്മർദ്ദം രൂപപ്പെടണം എന്ന് പറയുമ്പോൾ നമ്മുടെ ജനപ്രതിനിധികൾ പൊതു തെരഞ്ഞെടുപ്പിലൂടെ ലോക്സഭാംഗങ്ങളാവുന്നവർ
കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്ന നിലയ്ക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന രാജ്യസഭാംഗങ്ങൾ, അങ്ങനെ വന്ന് നമ്മൾ താഴേക്ക് വരുമ്പോൾ MLA-മാര്, പഞ്ചായത്ത് മെമ്പർമാര്, മുനിസിപ്പൽ കൗൺസിലർമാര്, കോർപ്പറേഷൻ കൗൺസിലർമാര്, ഇവരിലൂടെയൊക്കെ ഈ ആശയം പ്രസരിപ്പിക്കപ്പെടണം. അങ്ങനെ വികസന സംബന്ധമായ ഒരു ആശയം നമ്മുടെ രാഷ്ട്രീയ കക്ഷികൾ സ്വീകരിക്കുമ്പോൾ തീർച്ചയാണ് നമ്മൾ ആഗ്രഹിക്കുന്ന പരിവർത്തനം നാട്ടിൽ സമാഗതമാകും. അതിന് രാജ്യസഭാംഗം എന്ന നിലയ്ക്ക് എനിക്കെന്ത് ചെയ്യാൻ കഴിയും എന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമായത്. അതിന് സാധ്യമാകുന്ന കൂട്ടായ്മകൾ രൂപപ്പെടുത്താൻ എല്ലാവരുടെയും പിന്തുണ ആർജിച്ചുകൊണ്ട് സാധ്യമാക്കാൻ ഉള്ള പരിശ്രമം എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. പിന്നെ ഞാൻ സൂചിപ്പിച്ച ഒരുപാട്, നമ്മളിപ്പോൾ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാനല്ല എന്നുള്ളത് കൊണ്ട് വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പ്രധാനമായും ഞാൻ സൂചിപ്പിച്ചതുപോലെ മനുഷ്യവിഭവ വികസനം, അതിലൂടെയാണല്ലോ സമഗ്രമായ വികസനം, ശാശ്വതമായ വികസനം, സുസ്ഥിര വികസനം സാധ്യമാകുന്നത്. അങ്ങനെയാണ് മനുഷ്യവിഭവത്തെ നിർണ്ണയിക്കുന്നതിലും രൂപപ്പെടുത്തുന്നതിലും വികസിപ്പിക്കുന്നതിലും വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും വലിയ സ്ഥാനമുണ്ട്. അതുകൊണ്ട് വിദ്യാഭ്യാസം, ആരോഗ്യം എന്ന മേഖലയ്ക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട്, എന്നാൽ നമ്മുടെ സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ കഴിയുന്ന വ്യത്യസ്ത മേഖലകളുടെ ഉദാഹരണത്തിലൂടെ നമ്മുടെ നാടിനെ വികസനത്തിലേക്ക് നയിക്കുക. അപ്പോഴാണ് വികസിത ഭാരതം സാധ്യമാകുന്നത്. അതിനാണ് നരേന്ദ്രമോദിജി എന്നെ നിയോഗിച്ചത്. എൻ്റെ പ്രവർത്തന ക്ഷേത്രത്തിൽ എല്ലാവർക്കും അറിയാം, നോമിനേറ്റഡ് MP എന്നുള്ള നിലയ്ക്ക് ഓൾ ഇന്ത്യ, അതാണ് എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസി. പക്ഷെ ഞാൻ കേരളത്തിലുള്ള MP ആണ്, കണ്ണൂരുകാരനായ MP ആണ്, മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയിൽപ്പെട്ട MP ആണ്, കുറച്ചുകൂടി താഴേക്ക് പോയ പെരിഞ്ചേരി എന്ന ഗ്രാമത്തിലെ MP ആണ്. അപ്പൊ ഈ നിലയ്ക്കാണ് എൻ്റെ സങ്കല്പങ്ങൾ രൂപപ്പെടുക. അതനുസരിച്ച് എല്ലാ കാര്യങ്ങളിലും സാധിക്കാവുന്നത്രയും പ്രവർത്തിക്കണം എന്നാണ് ആഗ്രഹം. അക്കാര്യത്തിൽ നിങ്ങളേവരുടെയും പിന്തുണ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ളത്. മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ എന്തായാലും നമ്മള് സുനിൽജിയും ചോദ്യങ്ങളാവാം. വ്യക്തിപരമായ ചില പരാമർശങ്ങൾ ഒക്കെ സത്യത്തിൽ പിന്നെ അത് നമുക്ക് സാധിക്കും, ഏവർക്കും സാധിക്കാവുന്ന കാര്യം തന്നെയുള്ളൂ. നമ്മുടെ നേരെ എന്തെങ്കിലും നമുക്കൊരു പ്രയാസം വരുമ്പോൾ അത് പ്രയാസത്തിലങ്ങ് ആണ്ടുപോയി ജീവിതം വ്യർത്ഥമായി എന്ന് ചിന്തിക്കുന്നതിന് പകരം അങ്ങനെയല്ല എന്നുള്ള നിലയ്ക്ക് തന്നെ ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. ജസ്റ്റ് ഒന്ന് ആ കാര്യം ഒന്ന് സൂചിപ്പിച്ചെന്ന്. ഇനി നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാരണം ആദ്യം തന്നെ ഇപ്പം മാധ്യമങ്ങളോട് ആദ്യം പറഞ്ഞത് എൻ്റെ കാല് കാണിക്കണ്ടെന്ന് തന്നെയാണ് താങ്കൾ ആദ്യം പറഞ്ഞത്. കാരണം ഒരു കണ്ണൂരിൻ്റെ അക്രമ രാഷ്ട്രീയത്തിൻ്റെ പ്രതീതിയായിട്ട് എന്നെ പ്രൊജക്റ്റ് ചെയ്യണ്ട എന്നുള്ള, സാധാരണഗതിയിൽ ഒരു രാഷ്ട്രീയക്കാരന് ഇത് എങ്ങനെ പ്രൊജക്റ്റ് ചെയ്യിപ്പിക്കാമെന്നുള്ളതാണ് നോക്കുക. അങ്ങനെയുള്ള ഒരു ഇതാണ് ആദ്യം പറഞ്ഞത്. അതിനെന്തായിരുന്നു കാരണം? അത് തന്നെയാണ് എൻ്റെ മാത്രമല്ല, ഇപ്പോ എൻ്റെ പ്രസ്ഥാനവും അങ്ങനെ ചിന്തിക്കുന്ന കൂട്ടത്തിലാണ്. ഇപ്പൊ ഞാൻ ഇന്ന് രാവിലെ ഇവിടേക്ക് വരുന്നത് പിണറായിക്കടുത്ത് പാനുണ്ട എന്ന പ്രദേശത്ത് 1978 സംഘത്തിന്റെ പ്രവർത്തന പദ്ധതിയായ ശാഖ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ശാഖയിലേക്ക് ആക്രമണം നടത്തി ശാഖ നടത്തിപ്പുകാരനായിരുന്ന ഒരു കോളേജ് വിദ്യാർത്ഥി, കർഷക തൊഴിലാളിയായ ഒരാളുടെ മകൻ, പാനുണ്ടയിലെ ചന്ദ്രൻ എന്നു പേരുള്ള ഞങ്ങളുടെ സഹപ്രവർത്തകനെ, അദ്ദേഹത്തെ വധിച്ച ദിവസമാണിന്ന്. അദ്ദേഹത്തിന്റെ ശ്രദ്ധാഞ്ജലി ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ഞങ്ങളിങ്ങനെ ശ്രദ്ധാഞ്ജലി ചടങ്ങുകൾ, വേണമെങ്കിൽ അത് പത്രവാർത്തയാക്കി ശ്രദ്ധാഞ്ജലി ചടങ്ങ് നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയൊരു പത്രവാർത്തയൊക്കെ ഉണ്ടാക്കി അങ്ങനെയൊക്കെ. പക്ഷെ അങ്ങനെ വേണ്ടതില്ല എന്നുള്ളതാണ് സംഘത്തിന്റെ, പാർട്ടിയുടെ ഒക്കെ നിലപാട്. കാരണം ഇതാണ്, നമ്മളിത് ആഗ്രഹിക്കുന്നതല്ല. ഞങ്ങളെ സംബന്ധിച്ച് സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത് ജനമനസ്സുകളുടെ, ജനഹൃദയങ്ങളുടെ ഐക്യം അത് ആർജിച്ചുകൊണ്ട് വേണം എന്ന് തന്നെയാണ്. അപ്പൊ നമ്മളൊരു പ്രദേശത്ത് സംഘത്തിന്റെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഞങ്ങൾ ആദ്യം ചെയ്യുക ആ പ്രദേശത്തുകാരായ ഗ്രാമവാസികളായ, നഗരവാസികളായ ആളുകളുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. അത് സ്നേഹപൂർണമായ സമീപനത്തിലൂടെ, സമവായത്തിലൂടെ, സമന്വയത്തിലൂടെ സാധ്യമാകണം എന്നതാണ്. അതിന് തടസ്സമാകുന്ന സാഹചര്യം ഉണ്ടാക്കിയത് ഞങ്ങളല്ല. ഞങ്ങളെ ഭയപ്പെടുകയോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാതിരിക്കുകയോ ഞങ്ങളുടെ ശബ്ദത്തോട് അസഹിഷ്ണുത പ്രകടിപ്പിക്കുകയോ ചെയ്യുന്ന കൂട്ടരാണ് അതിന് തടസ്സമുണ്ടാക്കിയതും പിന്നീട് മറ്റ് പല തലങ്ങളിലേക്കും അത് പോകുന്നതും. ഞങ്ങളത് ശാശ്വതമായി കാണണമെന്ന് ആഗ്രഹിക്കുന്നേ ഇല്ല. കാരണം
അതാർക്കും ഗുണം ചെയ്യുന്നതല്ല എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ കേരളം വിട്ട് മറ്റു പ്രദേശങ്ങളെ നോക്കൂ, അവിടെയൊന്നും. ബംഗാളിൽ നമുക്ക് പറയാം, ത്രിപുരയിലും ഉണ്ടായിരുന്നു. ബംഗാളും കേരളവും ത്രിപുരയും എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടാവുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ പറയാതെ നിങ്ങൾക്ക് അതിന് ഉത്തരം മനസ്സിലാവും. മറ്റെവിടെയും അത്തരം അനുഭവങ്ങളില്ല. അപ്പൊ ഈ അനുഭവം ഉണ്ടാകരുത് എന്ന ആഗ്രഹം കൊണ്ട് തന്നെയാണ് അത്. മറ്റൊന്ന്, ഇപ്പം പിന്നെ സുരജി സൂചിപ്പിച്ചതുപോലെ എന്റെ കാല് പലപ്പോഴും ആളുകൾ കാല് കാണണം, ഒന്ന് കാണിക്കണം, മാഷ് ഒന്ന് നടന്നു കാണണം. നമ്മൾ നടക്കാം, പക്ഷെ ഈ കാല് അങ്ങനെ തന്നെ കാണിക്കേണ്ടതില്ല. ഞാൻ നമ്മുടെ പ്രവർത്തകരോടും സംഘടനയും ആ നിലയ്ക്ക് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഈ കൃത്രിമ കാല് വെച്ചുകൊണ്ടുള്ള ഫ്ലക്സ് ഒക്കെ വെച്ചപ്പോൾ അവിടെയുള്ള അത് വേണ്ടിയിരുന്നില്ല എന്ന് പറയാറുണ്ട്. കാരണം അത് കാണുന്ന സമയത്ത് ചിലപ്പോൾ ഞങ്ങളെ സ്നേഹിക്കുന്ന, പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന ആളുകളിൽ ഉണ്ടായി വരുന്ന വികാരം എന്താകും എന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. മറ്റു ചിലരിൽ ഉണ്ടാക്കുന്ന വികാരം ഒരുപക്ഷെ നമ്മുടെ ആളുകളിൽ പ്രകോപനം ഉണ്ടാക്കുന്നതായിരിക്കും. ഇപ്പൊ എന്റെ നാട്ടില് പെരിഞ്ചേരിയില് ഒരു പ്രദേശത്ത് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടോ നമ്മുടെ പ്രവർത്തകർ ഫ്ലെക്സ് ബോർഡ് വെച്ചു, എന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട്. അതിൽ എന്റെ ഫോട്ടോ മാത്രം മുറിച്ചെടുത്ത് കൊണ്ടുപോയി ആ ഫ്ലെക്സ് വികലമാക്കി. നോക്കൂ, ആ മനസ്സ്. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഒരു പ്രതിഷേധ പ്രകടനം വെക്കാം, ഒരു പൊതുയോഗം സംഘടിപ്പിക്കാം, ഒരു വെല്ലുവിളി നടത്താം. ഒന്നും വേണ്ട എന്നാണ് ബിജു ഇരിക്കുന്നുണ്ടല്ലോ, ബിജു തന്നെ വിളിച്ചിരുന്നു. അപ്പൊ ഇതാണ് എങ്ങനെയാണ് അവിടെ പ്രതികരിക്കേണ്ടത് എന്ന നിലയ്ക്ക് തന്നെയാണ് സംഘടന. ഒന്നും ചെയ്തില്ല, ഞങ്ങളത് പിന്നെ അവഗണിച്ചു. അത് ഇതുകൊണ്ടാണ്. ഇതുവഴി നമ്മുടെ നാട് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഇനിയും ഇനിയും ഉണ്ടാകരുത് നമ്മുടെ നാട്ടിൽ എന്നതുകൊണ്ടാണ്. തങ്ങളുടെ നോമിനേഷനെതിരായിട്ട് നിയമ പോരാട്ടം കൂടി നടക്കുകയാണ്. ഡൽഹി ഹൈക്കോടതിയിൽ ഒരു ഹർജി പോയിട്ടുണ്ട്, ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അത് ഒരു അറിവില്ലായ്മയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്ന് വെച്ചാൽ എന്നെ നാമനിർദ്ദേശം ചെയ്തത് ആരാണോ ആ നാമനിർദ്ദേശത്തിന് പശ്ചാത്തലമായ ചിന്തകൾ എന്താണോ അത് ശരിയായത് കൊണ്ടാണല്ലോ എന്നെ നാമനിർദ്ദേശം ചെയ്തത്. എന്നെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത ആൾക്ക് എന്നെ കുറിച്ച് പൂർണ്ണ ബോധ്യമുണ്ട്, എനിക്കതിനുള്ള യോഗ്യതയുണ്ട്. ഇതൊരു വെള്ളരിക്ക പട്ടണമല്ലല്ലോ, ജനാധിപത്യ രാജ്യമാണ്. ഭരണഘടന പവിത്രമായി കരുതി മുന്നോട്ട് പോകുന്നവരാണ് നാം എല്ലാവരും. അതുകൊണ്ട് അതിന് വിരുദ്ധമായി എന്നാ പിന്നെ ഒരാളെ പിടിച്ച് MP ആക്കാം എന്ന് വിചാരിക്കാൻ മാത്രം മൂഢന്മാരാണോ ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചവര്? അല്ലല്ലോ. ഇത് കേവലം ഒരു പിന്നെ അസഹിഷ്ണുത, ഞാൻ ഉപയോഗിക്കുന്ന വാക്കതാണ്, അസഹിഷ്ണുത പൂണ്ട ഒരു കൂട്ടം ആളുകളുടെ പ്രേരണ അതിന്റെ പിന്നിലുണ്ടാകും എന്ന് ന്യായമായി ഞാൻ സംശയിക്കുകയാണ്. അത് നമ്മുടെ പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല. അതിലൂടെ നൽകുന്ന സന്ദേശം, സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് ആരാധ്യയായ രാഷ്ട്രപതിയുടെ തീരുമാനത്തെ ചോദ്യം ചെയ്യുകയാണ്. ചോദ്യം ചെയ്യുക എന്നതിനപ്പുറം അധിക്ഷേപിക്കുകയാണ്, അവഹേളിക്കുകയാണ്. ഒരു ഭരണഘടനാ പദവി വഹിക്കുന്ന ഭാരതത്തിലെ പ്രഥമ പൗരയുടെ തീരുമാനത്തെ കോടതിയിൽ ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ 146 കോടി വരുന്ന ജനസമൂഹത്തെ മുഴുവൻ അവഹേളിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അതിനെ അങ്ങനെയാണ് കാണുന്നത്. പിന്നെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, കാരണം അത് കോടതിയിൽ വന്നു കഴിഞ്ഞൊരു കാര്യമാണ്. ഇങ്ങനെയുള്ള അനുഭവം മുമ്പുണ്ടായിട്ടുണ്ട്. സച്ചിൻ ടെണ്ടുൽക്കറെ നോമിനേറ്റ് ചെയ്ത സമയത്ത് കേസ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ആ നിലയ്ക്ക് തന്നെ പര്യവസാനിക്കും എന്നാണ് വിചാരിക്കുന്നത്. രാഷ്ട്രീയ ബന്ധുവായ ജനാർദ്ദനെ ആക്രമിച്ച കേസ് ഈ ക്രിമിനൽ ഈ പ്രയോഗങ്ങൾ തുടർച്ചയായിട്ട് നടത്തുന്നു. യഥാർത്ഥ കേസിൽ താങ്കൾ ഉൾപ്പെട്ടിരുന്നു. കോടതിയിൽ എന്താണ് സംഭവിച്ചത്? ജനാർദ്ദനൻ മാത്രമല്ല, പെരിഞ്ചേരിയിലുള്ള മുഴുവൻ ആളുകളും എൻ്റെ ബന്ധുക്കളാണ്, അല്ലെങ്കിൽ സമൂഹം മുഴുവൻ എൻ്റെ ബന്ധുക്കളാണെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ കുടുംബം ആഴത്തിൽ വേരുകളുള്ള ഒരു കുടുംബമാണ്. ആ കുടുംബത്തിന്റെ താവഴിയിൽപ്പെട്ട എല്ലാവരും പെരിഞ്ചേരിക്കാരാണ്, അവരെല്ലാവരും എൻ്റെ ബന്ധുക്കളാണ്. ഇപ്പൊ ജനാർദ്ദനൻ, ഞാൻ അദ്ദേഹത്തെ എന്നേക്കാൾ പ്രായം മൂപ്പുള്ള ആളാണ്. ജനേട്ടൻ എന്നാണ് ഞാൻ വിളിക്കാറുള്ളത്, ഇപ്പോഴും അതെ. അദ്ദേഹത്തിന് മർദ്ദനമേൽക്കുന്നതിന് തൊട്ടു മുമ്പ് മറ്റൊരു കാര്യം നടന്നിട്ടുണ്ട് പെരിഞ്ചേരിയിൽ. അത് പെരിഞ്ചേരി ബാവോട്ടുപാറ എന്ന് പറയുന്ന ജംഗ്ഷനിൽ ഞാനും എൻ്റെ സഹപ്രവർത്തകരും എല്ലാം ചേർന്നുകൊണ്ട് ഒരു ബസ് ഷെൽട്ടർ നിർമ്മിച്ചിരുന്നു. ആ ബസ് ഷെൽട്ടറിൽ അത് 93 സെപ്റ്റംബർ
8-ാം തീയതിയാണെന്ന് എൻ്റെ ഓർമ്മ. അന്നൊരു കേരള ബന്ദ്, അന്ന് ഹർത്താലായിട്ടില്ല, ബന്ദാണ്. അതിനുശേഷമാണ് ബന്ദ് ഹർത്താലാക്കിയായി മാറിയത്. കേരള ബന്ദ് ഉണ്ടായിരുന്നു. ആ ദിവസം ഈ പറയുന്ന ബസ് ഷെൽട്ടറിൽ ഇരിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു കടയുടെ സിമെന്റ് തൂണ്, കട നവീകരിക്കുമ്പോൾ മാറ്റിയ സിമെന്റ് തൂണ് ബെഞ്ചായി ഉപയോഗിക്കാൻ വേണ്ടി ചെങ്കല്ല് കെട്ടിപ്പൊക്കി പിന്നെ അതിന്റെ മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ബന്ദിന് സാധാരണ നമ്മുടെ നാട്ടില് നേരത്തെ ഉണ്ടല്ലോ, ഇപ്പോൾ അധികം അങ്ങനെ കാണാനില്ല. തലേ ദിവസം റോഡ് ബ്ലോക്ക് ചെയ്യും. അപ്പൊ ആ റോഡ് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ഈ സിമെന്റ് ബെഞ്ച് എടുത്ത് കഷ്ണമാക്കി റോഡിൽ അങ്ങനെ ബ്ലോക്ക് ചെയ്യാനായിട്ട് വെച്ചു. രാവിലെ ഇത് കണ്ട ഞങ്ങളുടെ പ്രവർത്തകന്മാർ, സ്വാഭാവികമാണ് അവർക്കത് വേദനയുണ്ടാക്കും. അതിനെ സംബന്ധിച്ചുള്ള വാക്കേറ്റവും ചോദ്യം ചെയ്യലും ഒക്കെ ആ പ്രദേശത്തുണ്ടായി. അതിന് തൊട്ട് മുമ്പ് 2 ആഴ്ച മുമ്പാണ് എൻ്റെ അച്ഛൻ മരണപ്പെട്ടത്. നിങ്ങൾ ചോദിച്ചതുകൊണ്ട് ഞാൻ അതിന്റെ കാര്യങ്ങൾ പറയുന്നത് മാത്രം. അച്ഛൻ മരിച്ച് ആ ഒരു പിന്നെ നമ്മുടെ ചടങ്ങുകൾ പൂർത്തിയാകുന്നതിന് മുമ്പ് ഞാൻ എവിടെയും പോകാതെ വീട്ടിലിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഈ വാവട്ടുപാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ഷെൽട്ടർ ആക്രമിക്കുകയും അതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഒരു സംഘർഷം രൂപപ്പെടുകയായിരുന്നു. ഞാൻ അവിടേക്ക് ചെല്ലുകയാണ്. അവിടേക്ക് ചെന്ന സമയത്ത് എല്ലാവരും മുഖപരിചയമുള്ള ഏട്ടാ എന്ന് വിളിക്കുന്നവര്, രാജേട്ടൻ, ഇപ്പോൾ കേസിൽ പ്രതിയായിട്ടുള്ള ജയിലിൽ പോയിട്ടുള്ള PM രാജൻ എന്ന് പറയുന്ന രാജേട്ടൻ എന്ന് ഞാൻ വിളിക്കുന്നതാണ്. ഈ പറയുന്ന ജനേട്ടൻ, അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു. ഏട്ടന്മാരായിട്ട് തന്നെയാണ് കണ്ടത് അവരെ. അവരോട് സംസാരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ആസൂത്രിതമായ തരത്തിൽ ഞങ്ങളൊരു 3-4 പ്രവർത്തകരേ ഉള്ളൂ. അന്ന് പെരിഞ്ചേരിയിൽ അത്രയേ ഉള്ളൂ ഞങ്ങൾക്ക് സംഘടനാ ശേഷി. ഇവരെല്ലാവരും 50-60ഓളം പേരുള്ളവർ പെട്ടെന്നൊരു മുദ്രാവാക്യം വിളിച്ച് ഞങ്ങളെ എല്ലാവരെയും വളഞ്ഞു വെച്ച് മർദ്ദിക്കുകയുണ്ടായി. ആ മർദ്ദനത്തിന്റെ ഭാഗമായിട്ടാണ് പിന്നീട് ജനാർദ്ദനും മർദ്ദനമേൽക്കുന്നത്. ആ സംഭവത്തിൽ എനിക്ക് യാതൊരു പങ്കുമില്ല. പക്ഷേ കേസിൽ എന്നെ ഉൾപ്പെടുത്തി, കേസിൽ പ്രതിയാക്കി. ആ കേസിനെ കുറിച്ചുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. മട്ടന്നൂർ മജിസ്ട്രേറ്റ് കോടതിയിലാണ് കേസ് വിചാരണയ്ക്ക് വന്നത്. അപ്പൊ മജിസ്ട്രേറ്റ് കോടതിയിൽ ഏത് തരം കേസുകളാണ് വിചാരണയ്ക്ക് വരാൻ നമുക്കറിയാലോ. വിചാരണക്കിടയിൽ കുറ്റപത്രം വായിച്ച് വാദിഭാഗം പ്രോസിക്യൂട്ടർ ഈ വിഷയത്തെക്കുറിച്ച് വാദം നടത്താൻ പുറപ്പെട്ട സമയത്ത് ജഡ്ജി നിരുത്സാഹപ്പെടുത്തി, വേണ്ട, ഒന്നും പറയേണ്ടതില്ല എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുകയും വിധി പ്രഖ്യാപിക്കുന്ന ദിവസം ഈ കടലാസ് അദ്ദേഹം കയ്യിലെടുത്ത് ഒരു മൂലയിലേക്ക് ഇട്ടുകൊണ്ട് നിങ്ങൾ പോയിക്കോളൂ, വെറുതെ വിട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ അത്രമാത്രം ഗൗരവമേ ആ സംഭവത്തിനുള്ളൂ. ഞാനതിൽ ഉൾപ്പെട്ട ആളല്ല. ഞാൻ പറഞ്ഞല്ലോ, അച്ഛൻ മരിച്ചതിന്റെ ഒരു സമീപ ദിവസങ്ങളായതുകൊണ്ട് പുറത്തുപോലും പോകാതെ വീട്ടിലിരിക്കുന്ന ഒരാളായിരുന്നു. അതിനെയാണ് ഈ പറയുന്ന തരത്തിൽ ജനാർദ്ദനെ കാല് വെട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഫോട്ടോ ഒക്കെ വരുന്നുണ്ട്. അത് ചെയ്തോട്ടെ, നമുക്കതിൽ വിരോധമൊന്നുമില്ല. ഞാൻ അദ്ദേഹത്തെ ഈ അടുത്ത് കണ്ടിരുന്നു. ഈ കഴിഞ്ഞ ഒരു 5-6 മാസം മുമ്പ് എൻ്റെ നാട്ടില് ഒരു CPM പ്രവർത്തകന്റെ തന്നെ അച്ഛൻ മരിച്ചപ്പോൾ ഞാൻ അവിടേക്ക് ചെന്നപ്പോൾ ഈ ജനേട്ടൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. വളരെ സ്നേഹത്തോടെയാണ് ഞാൻ അദ്ദേഹത്തോട് പെരുമാറിയത്. അദ്ദേഹം എന്നോടും പെരുമാറിയത്. എനിക്ക് കൈ തന്നു, നമസ്കാരം പറഞ്ഞു, സുഖല്ലേ എന്ന് ചോദിച്ചു, സുഖാണെന്ന് പറഞ്ഞു. ആ നിലയ്ക്ക് തന്നെയാണ് അദ്ദേഹത്തോട് ഉള്ള സമീപനം, അദ്ദേഹത്തിന് എന്നോടുമുള്ള സമീപനം. കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം എന്താണ് ഉണ്ടായത് എന്ന്. അതിനെ സംബന്ധിച്ച് അത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. മറ്റെന്തെങ്കിലും കാരണം ഉണ്ടായിരുന്നോ താങ്കളെ അങ്ങനെ ക്രൂരമായ കാലൊക്കെ വെട്ടി മാറ്റാൻ ഉണ്ടായ മറ്റു കാരണങ്ങൾ ഇത് തന്നെയാണ്. CPIM അനുവർത്തിക്കുന്ന അസഹിഷ്ണുത നിറഞ്ഞ സമീപനം. ഞാൻ പൂർവ്വകാലത്ത് ഒരു ഇടതുപക്ഷ സഹയാത്രികനല്ല, കൂടെ തന്നെ സഞ്ചരിച്ചിരുന്ന ആളാണ്. എന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിന്റെ ആദ്യകാലത്ത് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനായിരുന്നു. എൻ്റെ മൂത്ത സഹോദരൻ DYFI രൂപമെടുക്കുന്നതിന് മുമ്പ് KSYFന്റെ പഴശ്ശി വില്ലേജ് കമ്മിറ്റിയുടെ വളണ്ടിയർ ചുമതല വഹിച്ചിരുന്ന പ്രവർത്തകനായിരുന്നു. ഞാനും ആ ധാരയിൽ തന്നെ, ശരിക്കും പറഞ്ഞാൽ ഹൈസ്കൂൾ ക്ലാസ്, അതിനു മുമ്പ് 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ മുതൽ ഈ ആശയത്തോട് താല്പര്യവും ഒക്കെ ഉള്ള ആളായിരുന്നു. ഡിഗ്രി പഠിക്കുന്ന സമയത്താണ് സംഘ ആശയങ്ങളിൽ ആകൃഷ്ടനാകുന്നതും സംഘപ്രവർത്തകനാകുന്നതും. സ്വാഭാവികമായിട്ടും ഒരു അസഹിഷ്ണുത രൂപപ്പെട്ടിട്ടുണ്ടാകും. എൻ്റെ ഗ്രാമം ഒരു പാർട്ടി ഗ്രാമമായിരുന്നു. നമ്മളൊക്കെ പ്രയോഗിക്കുന്ന ശൈലി ഉണ്ടല്ലോ. ധാരാളം പാർട്ടി പ്രവർത്തകന്മാരും കേഡർമാരും സംവിധാനങ്ങളും ഉള്ള ഒരവസ്ഥയായിരുന്നു. അങ്ങനെയുള്ള സ്ഥലത്ത് സംഘത്തിന്റെ ശാഖാ പ്രവർത്തനം ആരംഭിച്ചു. അപ്പൊ അതും ഇവരിൽ നിന്ന് വിട്ടുപോകുന്നു എന്നുള്ളതും സംഘപ്രവർത്തനം നടത്തുന്നു എന്നുള്ളതും എന്നോടുള്ള വിരോധത്തിന് കാരണമായിട്ടുണ്ടാകും. ആ വിരോധം തന്നെയാണ്
ഇതിലൂടെ തീർത്തത്. അതിന് ഈ പറയുന്ന സംഭവങ്ങൾ ഒരു നിമിത്തമായി എന്നുള്ളത് മാത്രം. ശബരിമല തീർത്ഥാടനത്തിന്റെ വികസനത്തെ ലക്ഷ്യമിട്ട് അയ്യപ്പ സംഗമം പോസിറ്റീവായിട്ട് കാണുന്നു. അയ്യപ്പ സംഗമത്തെക്കുറിച്ചുള്ള പാർട്ടിയുടെ നിലപാട് സംസ്ഥാന അധ്യക്ഷൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി ആ നിലയ്ക്ക് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതില് തികഞ്ഞ രാഷ്ട്രീയമാണ്, രാഷ്ട്രീയ നിലപാടും അല്ലെങ്കിൽ ലക്ഷ്യങ്ങളുമാണ്. അപ്പൊ അത് ആത്മാർത്ഥതയുള്ളതാണെന്ന് പാർട്ടി കരുതുന്നില്ല. നഷ്ടപ്പെട്ടു പോയ ജനപിന്തുണ വീണ്ടെടുക്കാൻ വേണ്ടിയോ അതല്ലെങ്കിൽ വീണ്ടും ഒരിക്കൽ കൂടി ജനങ്ങളെ വഞ്ചിക്കണം എന്നുള്ള ചിന്തയോടുകൂടിയോ ഒക്കെ സംഘടിപ്പിക്കുന്നതാണ് എന്ന് തന്നെയാണ് പാർട്ടി കാണുന്നത്. അതല്ലെങ്കിൽ അതനുസരിച്ചുള്ള ആത്മാർത്ഥത കാണിക്കണം. ഇപ്പൊ നമുക്ക് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് 100 കണക്കിന് കേസുകൾ ഇന്നുമുണ്ട്. ആ കേസുകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതിന്റെ പേരിൽ ഞങ്ങളുടെ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന പ്രമുഖരായ പല നേതാക്കളും ഉൾപ്പെടെ 1, 2, 3 അല്ല 100 കണക്കിന് കേസുകളിൽ അവരിപ്പോഴും പ്രതികളാണ്. അപ്പൊ ആ ഒരു സാഹചര്യം നിലവിലുണ്ട്. അപ്പൊ ആ സാഹചര്യം ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടും സ്വാഭാവികമായിട്ടും. അയ്യപ്പ ഭക്ത സംഗമം എന്ന പേരിൽ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശത്തിന് ഘടകവിരുദ്ധമാണ് ഈ പറയുന്ന സാഹചര്യം. അപ്പൊ അത് ഞങ്ങൾക്ക് സംശയമുണ്ട്. ഇത് ഉദ്ദേശശുദ്ധിയെ ഞങ്ങൾ സംശയിക്കുന്നു. ആ നിലയ്ക്ക് തന്നെയാണ് പാർട്ടി അതിനെ കാണുന്നത്. വിശ്വാസികൾക്കൊപ്പമാണ് CPM എന്നാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നത്. ഒപ്പമാകണമല്ലോ. കാരണം നമുക്കറിയാം, ശബരിമലയിൽ ദർശനം നടത്തുന്ന ഭക്തരിൽ ബഹുഭൂരിപക്ഷവും ഈ പറയുന്ന പ്രസ്ഥാനത്തിന്റെ ആളുകൾ തന്നെയാണ്. എന്നാൽ എന്തുകൊണ്ടാണ് അവരുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന തീരുമാനങ്ങൾ ഇവരെടുക്കുന്നത്? ഒപ്പമുള്ള ആൾക്ക് മുറിവേൽപ്പിക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ ഒപ്പമാണെന്ന് ഒരേ അവസരത്തിൽ പറയേണ്ടി വരും. അതൊരു ആത്മാർത്ഥതയില്ലാത്ത വാക്കുകളായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. അല്ലായിരുന്നുവെങ്കിൽ അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ഇപ്പൊ ശബരിമലക്ക് പോകാൻ മാലയിട്ടതിന്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ സംഭവം പോലും കേരളത്തിലുണ്ട്. വിശ്വാസികൾക്കൊപ്പമായിരുന്നുവെങ്കിൽ അങ്ങനെ സംഭവിക്കാൻ പാടില്ല. പിന്നീട് കാലം മാറുന്നതിനനുസരിച്ച് ഇതൊരു യാഥാർത്ഥ്യമാണെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ഈ സമൂഹത്തെയും പാർട്ടിയോടൊപ്പം ചേർക്കണം എന്ന നിർബന്ധിത സാഹചര്യം സംജാതമായതുകൊണ്ട് വിശ്വാസികളോടൊപ്പമാണ് എന്ന് പറയുന്നു എന്ന് മാത്രമേ അതിനെ കാണാൻ സാധിക്കുള്ളൂ. അല്ലായിരുന്നുവെങ്കിൽ ഇതൊന്നും സംഭവിക്കാൻ പാടില്ല. ഞങ്ങൾക്കും തുറന്ന മനസ്സോടെ ഭക്തസംഗമത്തിൽ പങ്കെടുക്കാൻ കഴിയുമായിരുന്നു. ഇവരുടെ ഈ വാക്കുകൾക്ക് പിന്നിൽ ആത്മാർത്ഥത ഉണ്ടായിരുന്നു എങ്കിൽ. അതില്ല എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. ഈ സുപ്രീം കോടതിയിലെ അഫിഡവിറ്റ് തിരുത്തുക എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. ഈ ദേവസ്വം ബോർഡ് തിരുത്തി ഈ യുവതീ പ്രവേശനം പാടില്ല എന്നുള്ള രീതിയിലേക്ക് ഒരു മനംമാറ്റത്തിലേക്ക് കാര്യങ്ങൾ വരുന്നു എന്നുള്ളതാണ്. അതൊരു പോസിറ്റീവായി കാണുന്നുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ നമുക്കത് കാത്തിരിക്കാം എന്നേ പറയാൻ സാധിക്കൂ. കാരണം പലപ്പോഴും ഇത്തരം ചില ആശയങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ വളരെ ഭാവാത്മകമായി അവതരിപ്പിക്കുകയും ഘടകവിരുദ്ധമായ സമീപനം സ്വീകരിക്കുകയും ചെയ്യുന്ന അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ അതുകൊണ്ട് യുവതീ പ്രവേശനം എന്ന് പറയുന്നത് അത് വിശ്വാസവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ഒരുപക്ഷെ കാലം കുറെ ചെല്ലുമ്പോൾ അതിൽ മാറ്റം വേണ്ടി വന്നേക്കാം. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആചാര്യന്മാരുമായി വിശ്വാസ സംബന്ധമായ വിഷയമായതുകൊണ്ട് ആ വിശ്വാസത്തെ ബലപ്പെടുത്തുന്ന സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടുകൊണ്ടുള്ള ഒരു നിലപാടാണ് സർക്കാർ സ്വീകരിക്കേണ്ടത്. അതാണ് കേരളത്തിലെ ഹൈന്ദവ പ്രസ്ഥാനങ്ങളുടെ നിലപാട്. ആ നിലപാടിന് വിരുദ്ധമാണ് സർക്കാർ സ്വീകരിച്ചത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സമീപനം വരെ സ്വീകരിക്കുകയാണെങ്കിൽ, ആത്മാർത്ഥമായിട്ടുള്ളതാണെങ്കിൽ കേരളീയ സമൂഹം അത് സ്വീകരിക്കും. അതിൽ സംശയമൊന്നുമില്ല. തീർച്ചയായിട്ടും വേണമല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ മറ്റു ചില കേസുകളിൽ കേസെടുത്ത സന്ദർഭത്തിൽ അതിനേക്കാൾ വേഗത്തിൽ കേസ് പിൻവലിച്ച അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. CAA സംബന്ധമായ സമരം നടന്നപ്പോഴൊക്കെ ആ സമരത്തിൽ പങ്കെടുത്ത ആളുകളുടെ പേരിൽ ചുമത്തപ്പെട്ട പല കേസുകളും ത്വരിതഗതിയിൽ പിൻവലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പൂർണ്ണമായോ എന്ന് എനിക്കറിയില്ല. എന്നാൽ ആ ഒരു ആത്മാർത്ഥത ശബരിമല വിഷയത്തിൽ കാണുന്നില്ല. അപ്പൊ എന്തുകൊണ്ട് കാണുന്നില്ല എന്ന് ചോദിച്ചാൽ അപ്പോഴാണ് അവരുടെ ഇപ്പോഴത്തെ നിലപാടും ഇതും തമ്മിലുള്ള വൈരുദ്ധ്യം പ്രകടമാകുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. ഇതിന്റെ ആത്മാർത്ഥത തെളിയിക്കപ്പെടണമെങ്കിൽ എടുത്ത കേസുകൾ പിൻവലിക്കണം. ഇത് സംബന്ധമായി സുപ്രീം കോടതിയിൽ സർക്കാർ സമർപ്പിക്കുന്ന അഫിഡവിറ്റ് ആ നിലയ്ക്കുള്ളതാകണം. അതവർ കാണിക്കട്ടെ, അപ്പോൾ നമുക്ക് നോക്കാം. വികസന കാര്യത്തെക്കുറിച്ച് പറഞ്ഞത് നമുക്കറിയാം, കണ്ണൂർ ജില്ലയിലെ റെയിൽവേ സ്റ്റേഷൻ ദേശീയപാത
അതോടൊപ്പം തന്നെയാണ് നമ്മുടെ കണ്ണൂർ എയർപോർട്ടിന് പോയിന്റ് ഓഫ് കോൾ പദ്ധതി കിട്ടാത്ത അതിലെത്രത്തോളം ഇടപെടാൻ. തീർച്ചയായിട്ടും ഞാൻ അതിന്റെ പ്രാഥമികമായ ചില നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഏവിയേഷൻ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയോട് നേരിട്ടല്ല, അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ഇക്കാര്യം പെടുത്തിയിരുന്നു. പിന്നെ പാർലമെന്റിലും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി, കേരളത്തിൽ ഇപ്പോൾ തന്നെ 3 എയർപോർട്ടുകൾക്ക് ആ ഒരു പദവിയുണ്ട്. 4മതൊന്നിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കുറച്ച് സാവകാശം വേണ്ടിവരും, നിഷേധിക്കുന്നില്ല എന്നുള്ളതാണ് സർക്കാരിന്റെ നിലപാട്. അത് തീർച്ചയായിട്ടും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. കണ്ണൂരിനെ സംബന്ധിച്ച് എന്താണ് യഥാർത്ഥത്തിൽ എന്നുള്ളത് ബോധ്യപ്പെടുത്താൻ നമ്മുടെ ജനപ്രതിനിധികൾക്ക് കഴിഞ്ഞിട്ടില്ലേ എന്നൊരു സംശയം എനിക്കുണ്ട്. അപ്പോൾ ആ ഒരു കുറവ് പരിഹരിക്കാനായിട്ടുള്ള പരിശ്രമം നടത്തും. തീർച്ചയായിട്ടും കണ്ണൂർ എയർപോർട്ട് ഞാൻ പറഞ്ഞത് ഒരുപാട് പദ്ധതികൾ, എയർപോർട്ടിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പദ്ധതി ഇവിടെ അറിയാൻ കഴിഞ്ഞ ഏറ്റവും സന്തോഷം പകരുന്ന ഒരു കാര്യം, കഴിഞ്ഞ ഒരു വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം ഏതാണ്ട് 22% വരുമാന വർധനവ് എയർപോർട്ടിൽ ഉണ്ടായിട്ടുണ്ട്. യാത്രക്കാരുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടായിട്ടുണ്ട്. ചരക്ക് നീക്കത്തിൽ നമുക്ക് പിന്നെ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒന്നുകൂടി ബലപ്പെടുത്താൻ ഈ പറഞ്ഞ പദവി നമുക്ക് നേടിയെടുക്കാൻ കഴിയുകയാണെങ്കിൽ കൂടുതൽ വിമാനങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകും. 100% അതിനെ സംബന്ധിച്ച് ബോധ്യമുണ്ട്. കണ്ണൂർ എയർപോർട്ട് അതോറിറ്റിയുമായി ഞാൻ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. അവരുടെ MD-യുമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ ആ നിലയ്ക്ക് സാധ്യമായതെല്ലാം ചെയ്യുന്നതാണ്. കണ്ണൂർ എയർപോർട്ട് വികസിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഗ്രാമതലം മുതൽ നഗരങ്ങൾ വരെ വികസിക്കാനുള്ള സാധ്യതയുണ്ട്. അതെല്ലാവർക്കും ബോധ്യവുമുണ്ട്. അത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ കൂടി അക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഇനി ചെയ്യാനുള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം എൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകും. ഈ റെയിൽവേ സ്റ്റേഷന്റെ ഭൂമി സ്വകാര്യ വ്യക്തികൾക്കൊക്കെ പാട്ടത്തിന് നൽകി നമ്മുടെ അടുത്ത വികസനത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊടുക്കുന്നത്, അതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങളും നടത്തുന്നുണ്ട്. പക്ഷെ ആ പ്രതിഷേധങ്ങളൊന്നും വില പോയില്ല, അവിടെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നോക്കാം, ഈ റെയിൽവേയുടെ സ്വത്തുക്കൾ പലതും ഇതുപോലെ ജനോപകാരപ്രദമായ ചില കാര്യങ്ങൾക്ക് വിനിയോഗിക്കേണ്ടതുണ്ടെന്നൊരു പൊതു സമീപനമുണ്ട്. അപ്പൊ ഇവിടെ റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട ഈ റെയിൽവേയുടെ ഭൂമി പാട്ടത്തിന് കൊടുത്തു എന്നുള്ളത് എത്രത്തോളമാണ് നമ്മുടെ ജനജീവിതത്തെ ബാധിക്കുന്നത് എന്നത് വലിയ വിഷയം തന്നെയാണ്. നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയ വിഷയം എൻ്റെ ശ്രദ്ധയിലുമുണ്ട്. ഞാൻ പാർട്ടിയും അക്കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. പാർട്ടി യോഗങ്ങളിലും അത് ചർച്ചയായിട്ടുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ച് നമുക്ക് എന്താണ് ഇനി ചെയ്യാൻ സാധിക്കുക എന്ന് ചിന്തിക്കുക മാത്രമാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത്. പല സ്ഥലങ്ങളിലും റെയിൽവേ പുറമ്പോക്കുകളിലൊക്കെ ആശുപത്രികൾ, റിസോർട്ടുകൾ, ഇത്തരം സംവിധാനങ്ങളിലൂടെ പരമാവധി വിഭവങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്ന് ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഇതും സംഭവിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അത് നമ്മുടെ ഗതാഗതത്തെ ബാധിക്കുന്ന തരത്തിൽ, ജനജീവിതത്തെ ബാധിക്കുന്ന തരത്തിൽ ദോഷകരമായി ഭവിക്കുകയാണെങ്കിൽ അതിനെന്ത് പരിഹാരം എന്ന് കൂട്ടമായി ആലോചിക്കേണ്ടതുണ്ട്, എല്ലാവരുമായിട്ട് ആലോചിക്കേണ്ടതുണ്ട്. അതിനും ഈ പറഞ്ഞതുപോലെ നമുക്ക് പരിശ്രമം ആവശ്യമാണ്. അതിന് എന്താണെന്ന് അത് കൂടുതലൊന്ന് പഠനത്തിന് വിധേയമാക്കി അക്കാര്യങ്ങളിലേക്ക് ഇടപെടാൻ സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത്. കണ്ണൂർ തലശ്ശേരിയിൽ നിന്ന് ബസ് സമരം ദേശീയവാദി ഇതില് ഇവരെല്ലാവരും ഇത് പറയുകയും ഇതൊക്കെ, കാരണം ഇവര് നിലവിലൊരു ദേശീയപാതയുണ്ട്, അതിന് അങ്ങോട്ട് പോകണം എന്നുള്ളത് പോലും ആലോചിക്കാതെയാണ് ഇതുണ്ടായിരിക്കുന്നത്. അതിലെന്ത് തീർച്ചയായിട്ടും അവര് അവിടുത്തെ ആക്ഷൻ കമ്മിറ്റിയിൽപ്പെട്ട സഹോദരങ്ങൾ എന്നെ വന്ന് കണ്ടിരുന്നു. അവരൊരു നിവേദനമൊക്കെ തന്നിട്ടുണ്ട്. അവർ വർഷങ്ങളായിട്ട് ഈ ഒരു കാര്യം പിന്നെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. പക്ഷെ അതില് നമ്മളെ സംബന്ധിച്ച് ഒരു ചെറിയ കാര്യമുള്ളത്, 1.5 കിലോമീറ്ററിനിടയിലാണ് 2 അണ്ടർപാസുകളുള്ളത്, അടിപ്പാതകളുള്ളത്. അപ്പോൾ ഈ താങ്കൾ സൂചിപ്പിച്ച ആ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടണമെങ്കിൽ ഇതിനിടയിൽ ഒരു അടിപ്പാത പണിയേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഹൈവേ അതോറിറ്റിയുടെ നിലപാട്, നമുക്ക് വേണമെങ്കിൽ ഈ 6 വരി പാതയോട് ചേർന്ന് എക്സിറ്റ് എൻട്രി സംവിധാനത്തിലൂടെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയുമെന്നാണ്. പക്ഷെ അത് അത്ര ഫലപ്രദമല്ല എന്ന് തന്നെയാണ് എൻ്റെയും ബോധ്യം. ഏതാണ്ട് അവർ പറഞ്ഞെടുത്തോളം 35,000, അവർ ഇന്നലെ വന്ന ആ ആക്ഷൻ കമ്മിറ്റിയിലെ ആളുകൾ പറഞ്ഞത് 100 കണക്കിന് സ്കൂൾ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വഴിയാണ്. 7 കിലോമീറ്റർ ചുറ്റി വളഞ്ഞു വേണം അവർക്ക് പ്രധാന പാതയിലേക്ക് കടക്കാൻ. വലിയൊരു പ്രശ്നം തന്നെയാണത്. അതും ഞാൻ റെയിൽവേയെ കുറിച്ച് പറഞ്ഞതുപോലെ ഇപ്പൊ DPR വരുന്നു, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ പ്രാദേശിക സർക്കാരുകളുമായിട്ട് വരെ ചർച്ച നടന്നിട്ടുണ്ടാകണം. പിന്നെ എന്തുകൊണ്ട് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടായില്ല എന്നുള്ളത് വാസ്തവത്തിൽ കൗതുകം ജനിപ്പിക്കുന്ന കാര്യമാണ്. ഗ്രാമപഞ്ചായത്ത് ഭരണ സംവിധാനമുണ്ട്, MLA ഉണ്ട്, MP ഉണ്ട്,
സംസ്ഥാന സർക്കാരുണ്ട്, ഇവരൊക്കെ ഉണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് ഈ ഒരു വിഷയം പരിഹരിക്കപ്പെടുന്നില്ല എന്നുള്ളത് ഒരു കൗതുകം ഉണർത്തുന്ന കാര്യമാണ്. അതിരിക്കട്ടെ. അപ്പൊ ഏതായാലും അതിന്റെ സാധ്യതകളൊന്ന് പരിശോധിക്കണം എന്ന് തന്നെയാണ് എന്റെയും ബോധ്യം. അതനുസരിച്ച് ബന്ധപ്പെട്ട കേന്ദ്രങ്ങളുമായി ആശയവിനിമയം നടത്താൻ ഞാൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. അത് പരിഹരിച്ച് കിട്ടുകയാണെങ്കിൽ ഏത് തരത്തിൽ വേണമെങ്കിലും എത്ര വേണമെങ്കിലും ദൂരെ സഞ്ചരിക്കാനും തയ്യാറാണ്.